ഒരു ഇൻഫർമേഷൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾ ഈ ഫോട്ടോസിൽ നോക്കൂ, നിരന്തരം ഇതുപോലെ ഈ ഒരു വ്യക്തിന്റെ എന്നല്ല, നിരന്തരം നമ്മളെ റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് ഫുള്ള് കൗമാരക്കാരാണ് അധികവും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 വീലർ കാർ ഒക്കെ കൊടുത്തു വിടുമ്പോൾ ഒരു പക്ഷേ വീട്ടിൽ 1 or 2 വണ്ടി ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല നമ്മുടെ മൂത്ത മകനായിരിക്കാം, അല്ലെങ്കിൽ അവന് നല്ല പഠിപ്പിൽ ഭയങ്കര ഉഷാറായിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അവൻ നല്ല മെച്ചൂർഡ് ആയിരിക്കാം. എന്നൊക്കെ പറഞ്ഞാലും അവന്റെ പ്രായം പരിഗണിച്ച് അവനക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവനെ റോഡിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അവന് നമ്മുടെ ഈ റോഡ് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ റോഡിലെ സിറ്റുവേഷൻ എന്തൊക്കെയായിരിക്കും, ഇവന്റെ ഒരു പ്രായം വെച്ചിട്ട് അത് അവനക്ക് അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, കാരണം അവർക്ക് നല്ല നോളജ് ആയിരിക്കാം. പക്ഷെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സമയത്ത് പോലും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ പ്രായം, അവർ ഈ റോഡിൽ എങ്ങനെ വാഹനം ഓടിക്കും, ഏതെല്ലാം രീതിയിൽ അവർ വാഹനം ഓടിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന്. ഓരോ മാതാപിതാക്കളും മക്കൾക്ക് വണ്ടി കൊടുക്കാതിരിക്കുക. കാരണം നിരന്തരം കാണുന്ന ഇതുപോലെയുള്ള വാർത്തകളാണ് നമ്മൾ. അതും ചെറിയ ചെറിയ പിള്ളേരാണ് മരിച്ചു പോകുന്നത്, അതും സ്കൂട്ടർ ഓടിച്ചിട്ട് അല്ലെങ്കിൽ കാർ ഓടിച്ചിട്ട് ഈ രീതിയിലൊക്കെ ഉള്ളത്. ഇതാണുള്ളത് നമുക്ക് വിധിച്ചത് വരിക തന്നെ ചെയ്യും. ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ വീഡിയോ നമ്മുടെ മക്കളൊക്കെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ്. മാക്സിമം മറ്റുള്ളവരിലെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.